250 രൂപ പറ്റി, 250 രൂപ പറ്റി. തൊഴിലാളി വർഗ പാർട്ടി എനിക്ക് ജോലി നഷ്ടപ്പെടുത്തിയത് സ്റ്റേറ്റ് യൂണിയനിലുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ രാഷ്ട്രീയത്തിൽ പോകാത്തത്. MVD ആവട്ടെ ഇവരെ രാഷ്ട്രീയപരമായിട്ട് സ്വാധീനം, അതായത് CAT യൂണിയൻ്റെ CAT കാർഡ് ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇത് അപ്പോൾ മുമ്പോട്ട് പോകണമെങ്കിൽ മെമ്പർഷിപ്പ് എടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന അവസ്ഥയാണ്. തൊഴിലാളി ദിനത്തിൻ്റെ തലേദിവസമാണ് ജോലി പോകണം, ഓർമ്മ. പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. എക്സിറ്റ് പോളുകൾ കാണിക്കുന്നത് ഒരു UDF തരംഗമാണ് കേരളത്തിൽ വരാൻ പോകുന്നതെന്നാണ്. അപ്പോൾ അങ്ങനൊരു ചിന്തയിലാണോ ഈ INTUസിലേക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ? അല്ല, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു അംഗത്വം എടുക്കണമെന്ന് ഞാൻ നേരത്തെ എല്ലാ ചാനലിലും പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലേ ജീവിക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥ വരുമോ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു മെമ്പർഷിപ്പ് എടുക്കണമല്ലോ. അപ്പോൾ അത് മുമ്പോട്ട് പോകണമെങ്കിൽ മെമ്പർഷിപ്പ് എടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഒരു മെമ്പർഷിപ്പ് ഉള്ളതിൻ്റെ ക്ഷീണം മാറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു മെമ്പർഷിപ്പ് എടുത്തതാണ്, അവരാണ് പറഞ്ഞത് BJP കാരനാണ്. ഒരു BJP കാരനാണെന്നുള്ളൊരു രീതിയിലായിരുന്നല്ലോ വാർത്തകൾ. അത് BJP കാരനാണെങ്കിൽ ഇവരെന്തുകൊണ്ട് BJP കാരനാണെന്നുള്ളത് തെളിയിക്കാത്തത്? ഞാൻ തെളിയിച്ചല്ലോ. ഞാൻ മെമ്പർഷിപ്പ് അന്ന് തന്നെ പലതവണയും പല ചാനലിലും കാണിച്ചിട്ടുണ്ട്. അതായത് CAT യൂണിയൻ്റെ CAT കാർഡ് ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇത് ഈ 1-ാം തീയതി 2010. അവരുടെ പരിഗണനയൊന്നും ഇല്ലായിരുന്നു. ഇല്ല, അവരുടെ പരിഗണന തന്നെ ഇപ്പൊ കിട്ടിയത്. ഉള്ള ജോലി അതും തൊഴിലാളി ദിനത്തിന്റെ തലേദിവസമാണ് ജോലി പോകണം, ഓർമ്മ. ഇപ്പൊ ഏകദേശം 2-3 വർഷമായില്ലേ. തൊഴിലാളി ദിനത്തിന്റെ തലേദിവസം ജോലി പോയതാണ് കഴിഞ്ഞതിന്റെ 3 വർഷം മുമ്പ്. അപ്പൊ ഈ തൊഴിലാളി ദിനത്തിന് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ നഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് തന്നെ എനിക്ക് INTUസിയുടെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആഗ്രഹമാണ്. ജോലി നഷ്ടപ്പെട്ട ആ പാളയം, ആ VJT ഹാളിന്റെ ആ ഭാഗത്തല്ലേ, സാവല്യത്തിന്റെ അവിടെ വെച്ച് തന്നെയാണ് മെമ്പർഷിപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മെമ്പറായിരുന്ന ഒരാള് ഒരു പ്രതിഷേധവും കൂടി ആയിട്ടാണ്. പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. പ്രതിഷേധം തന്നെയാണ് മെയിൻ. അല്ല, അവര് ക്ഷണിച്ചതെന്ന് പറയാൻ പറ്റൂല. ഞാൻ സ്വമേധയാ പോയി തിരക്കി. എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നു, നമ്മൾ പറയും പോലെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന്റെ പുറത്ത് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചതിന് മെമ്പർഷിപ്പ് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ, എതുവിന് തന്നില്ലേ പിന്നെ ആർക്ക് തരാം. പിന്നെ എവിടെ പോയാലും ഒരു മാസത്തെ ഓട്ടവും സംസാരവും കളിയാക്കലും ഒക്കെയാണ്. ഇപ്പം തന്നെ 3-4 പെറ്റി വന്ന് നടക്കുന്നത്. ഞാൻ അയച്ചു തന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലെ മോൻ്റെ സ്കൂള് തുറക്കാൻ സമയം ഇപ്പോൾ ഓർമ്മയുണ്ടോ? അപ്പോഴും ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോഴും ജോലിയില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോഴും പ്രൈവറ്റ് ബസ്സിൽ പോകാൻ നിവൃത്തിയില്ലാത്ത, അതായത് നിരന്തരം ഞാൻ ഓടുന്ന വണ്ടികളെ ഇവരെ ടാർഗറ്റ് ചെയ്ത്, അതായത് പോലീസുകാരാവട്ടെ MVD ആവട്ടെ ഇവരെ രാഷ്ട്രീയപരമായിട്ട് സ്വാധീനം. ഇതിൽ തന്നെ രാഷ്ട്രീയം, ഇപ്പം നിലവിൽ രാഷ്ട്രീയമുള്ള ആൾക്കാരുണ്ടല്ലോ, വേണ്ട 1000 രൂപ, 250 രൂപ പറ്റി, 250 രൂപ പറ്റി, 250 രൂപ പറ്റി. ഓരോന്നും ഒഫൻസ് അവർ ക്രിയേറ്റ് ചെയ്യും. വണ്ടിയല്ലേ, ബസ് ഓടുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ തന്നെ ഓടണമെന്നില്ല, വേറൊരു ഡ്രൈവർ ഓടിയാലും ഡോർ അടിച്ചിട്ട് ഓടിയില്ല, വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടൊന്ന് പാർക്ക് ചെയ്തിരിക്കുന്നു. ഒഫൻസ് ഉണ്ടാക്കണമെങ്കിൽ പ്രൈവറ്റ് ബസ് അല്ലേ, എന്ത് വേണം ഒഫൻസ് ഉണ്ടാക്കാല്ല. ഇപ്പൊ അത് പറ്റി. പക്ഷേ ഡ്രൈവറിന് വരാത്തത് അന്ന് ഓടുന്ന ഡ്രൈവർ ആരെന്ന് മുതലാളിക്ക് അറിയാൻ പറ്റുമല്ലോ. പാർക്കിംഗ് ആയാലും ഡ്രൈവറല്ലേ ഓടിച്ചു കൊണ്ടുവരുന്നത്. പാർക്കിംഗ്, വണ്ടി ഓട്ടത്തിൽ ഡോർ അടയ്ക്കാതെ പോയി ഒഫൻസ് പല രീതിയിൽ അവർക്ക് ചെയ്യാം. വണ്ടി ഓട്ടത്തിൽ അല്ലെങ്കിൽ സിഗ്നൽ ജമ്പിങ് എന്ന് പറഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ നോ പാർക്കിംഗ് എന്ന് പറഞ്ഞ് ചെയ്യാം. ചിലപ്പോൾ ഇവിടെ സൈഡിൽ റോഡിൽ സ്ഥലം ഉണ്ടായി ഒതുക്കിയിട്ട് വണ്ടി കംപ്ലൈന്റ് ആയിട്ട് കിടന്നാലും ക്യാമറയിൽ ഫോട്ടോ ഉണ്ട്, സൈഡിൽ പാർക്ക് ചെയ്തേക്കണ ഫോട്ടോ ഉണ്ടല്ലോ. അത് ഈ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുമ്പോഴത്തേക്ക് ഫോട്ടോ ഒന്ന് എടുത്തിട്ട് പാർക്കിംഗ് എന്നും പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയാൽ പോരെ. അവിടെ അല്ലെങ്കിൽ നമ്പറോ ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് കാണണം, അവിടെ കൊണ്ട് പാർക്ക് ചെയ്താൽ നമുക്ക് പെറ്റി അടിക്കാനുള്ള ഇതുണ്ട്. ഇപ്പൊ നോ പാർക്കിംഗ് ഏത് സ്ഥലത്ത് വണ്ടി വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫൻസ് ആണെന്ന് പറയാം. പെറ്റി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കാൻ തയ്യാറാണ്. അതല്ലാത്ത സ്ഥലത്ത് നമുക്ക് വണ്ടി ഒതുക്കാതെ ഇരിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പലപ്പോഴും അത് പണ്ട് പലപ്പോഴും അല്ലല്ലോ, അത് നിങ്ങളുടെ കൺമുന്നിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കേസ് തന്നെ. പലപ്പോഴും അല്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിപ്പോ ഞാൻ ഇനി നിരന്തരം പറഞ്ഞ് ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട, നമ്മളെ ബുദ്ധിമുട്ട് നമുക്കല്ലേ. അവസ്ഥയിൽ നിന്നും മാറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ സംരക്ഷണം. അല്ല, ഏതെങ്കിലും സംഘടനയുടെ സംരക്ഷണം ഇല്ലാതെ മുമ്പോട്ട് പോണത് ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ അത്രയും മാത്രമേ എന്നെ അനുഭവിപ്പിച്ചു. എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു രാഷ്ട്രീയത്തിൽ നിന്നിട്ട്
യൂണിയനിലുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ ഒരു രാഷ്ട്രീയത്തിലും പോവാത്തത്. അപ്പൊ അത് ഉപേക്ഷിച്ചല്ലോ, നമുക്ക് വേണ്ട. ഇനി നമ്മളെ CITയിൽ ഉണ്ടായിരുന്ന പ്രവർത്തകര് രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ഒരു തൊഴിലാളി എന്നുള്ള രീതിയിൽ അവരുടെ ഒരു സഹായവും ഇതിന് കിട്ടിയിട്ടില്ല. അന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാപ്സ് ആയപ്പോഴത്തേക്ക് പിന്നീട് ഞാൻ അത് പുതുക്കാൻ പോയില്ല. എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ കൂടെ നിൽക്കാത്ത ഒരു സംഘടന നമുക്ക് എന്തിനാണ് എന്ന് കരുതി ഞാൻ മാറിയതാണ്. ഒരു സംഘടനയും വേണ്ടെന്ന് പറഞ്ഞാണ്. എന്നിട്ട് പിന്നെ ഇവര് ഉപദ്രവം കാരണം നിവർത്തിയില്ല. ഇവര് ഉപദ്രവം കാരണം ഏതെങ്കിലും സംഘടനയിൽ ഉണ്ടായാലേ പറ്റുള്ളൂ എന്നുള്ള ഒരവസ്ഥയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും ടാർഗറ്റ് തന്നെ. അവർക്ക് കാണുമ്പോഴൊക്കെ അങ്ങനെയാണ്, ഇത് മറ്റവനാണ്, ഇത് മേയറിന് മറ്റേ ആള് എന്നൊക്കെയാണ് ഭയങ്കര. BJP തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഭരണത്തിൽ വന്ന സമയത്ത് യദുവിനൊരു ജോലിയൊക്കെ കിട്ടുമെന്നുള്ളൊരു വാർത്തകളൊക്കെ ഓരോരുത്തർ പറയുന്നു. ഇപ്പോഴത്തെ മേയറായിരിക്കുന്ന വി രാജേഷേട്ടൻ വിളിച്ച് ജോലി തന്നെന്ന് വിചാരിച്ചു. അവിടെ ഒരു ജോലി വരുമ്പോഴത്തേക്ക് വേറെ ഒരു 5-6 ഈ പാർട്ടിയിലുള്ള കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ കയറി നിന്നിട്ട് അവസാനം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത എടുത്ത വി രാജേഷേട്ടന് തന്നെ നെഗറ്റീവ് ആവും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആരും സ്വന്തം ഇമേജ് നശിപ്പിച്ച് ആരെങ്കിലും ജോലി ചെയ്തു. അല്ലെങ്കിൽ ഇവർ തന്നെ പറയും പെണ്ണുപിടിയെ ഇങ്ങനെ കേസിലെ പ്രതിയാണ്, അവനെ പിടിച്ച് വി രാജേഷ് ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരങ്ങനെ ഒരു ഇരുട്ട് വീഴുന്ന ആൾക്കാരാണ്. തൊഴിലാളി ദിനത്തിൻ്റെ അന്ന് തന്നെ തൊഴിലാളി വർഗ പാർട്ടി എനിക്ക് ജോലി നഷ്ടപ്പെടുത്തുകയാണ്. ആലോചിക്കുന്നത് അതിപ്പോൾ 3 വർഷം തികഞ്ഞതിൻ്റെ 3 വർഷം തികഞ്ഞതിൻ്റെ ഒരു പ്രതിഷേധവും അത് ഒന്ന് ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. 3 വർഷം തികഞ്ഞതിൻ്റെ മന്ത്രിയുടെ ഭാഗത്ത് നീതി ഒരുപാട് പ്രതീക്ഷ. മന്ത്രി പറഞ്ഞ കേട്ടില്ലേ, മേയറുമായിട്ടുള്ള വിഷയത്തിന്റെ പുറത്തല്ല വെളിയിലാക്കിയത്. 6 മണിക്കൂർ ഇത് പോകുന്നു. ഞാൻ വിവരാവകാശം വെച്ചിട്ട് അങ്ങനെ ഒരു 6 മണിക്കൂർ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എയർടെൽ കമ്പനിയിൽ ചോദിച്ചപ്പോൾ 3 വർഷത്തിൻ്റെ അല്ലെങ്കിൽ 2-3 വർഷത്തെ ഇതും കിട്ടൂല, ഒരു 6 മാസത്തിൻ്റെ ഇടയിലുള്ളതേ കിട്ടുള്ളൂ. ഞാൻ ബുദ്ധിമുട്ടിലാണ്, എനിക്കും എടുക്കാൻ പറ്റില്ല. എനിക്കെങ്കിലും അറിയണ്ടേ ആരെന്ന്. എനിക്ക് മനസ്സമാധാനമില്ല. ഇവർ പറയുന്നത് ആരെ കുറിച്ചാണ് എന്താണെന്നുള്ളത് അറിയില്ല. എന്നാൽ ഇവരുടെ വിവരാവകാശം വെച്ചിട്ട് ആരെയാണ് വിളിച്ചത് മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് തരാൻ പറഞ്ഞു. അവരിൽ ലഭ്യമല്ല. ഒരു ബുദ്ധിമുട്ട്, ജോലിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവന്മാർക്ക് അറിഞ്ഞുകൂടാ. അതാണ് കാര്യം. ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നതന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ ഇങ്ങനെയായിട്ട് ഉപദ്രവിക്കുകയും എവിടെ പോയാലും ഇങ്ങനെയായിട്ട് ശല്യം ചെയ്യേണ്ട കാര്യമില്ല. അതും എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ട്. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായിരുന്ന യുവമാർ ഇപ്പോൾ ഇങ്ങനെയല്ലേ പിന്നെ കാട്ടി ഉപദ്രവിക്കും. കേസ് ഇപ്പോഴും നടക്കാനെ, അല്ലെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലിട്ട്, ഞാൻ പ്രതിയെന്ന് കണ്ട് എന്നെ തൂക്കിക്കൊല്ലിട്ട്, അല്ലെങ്കിൽ എനിക്ക് എതിരെ നടപടി എടുക്കട്ടെ. അപ്പോൾ അതും എടുക്കില്ല, അവർക്കെതിരെ നടപടി എടുക്കില്ല. എൻ്റെ ഭാഗത്ത് തെറ്റെങ്കിൽ എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യണ്ടേ, എന്തുകൊണ്ടത് ചെയ്യില്ല? ഈ തൊഴിലാളി പാർട്ടിയോട് എന്താ ഇതിന് പറയാനുള്ളത്? തൊഴിലാളി പാർട്ടി ഇനി മേലാലെ, എനിക്ക് പറയാനുള്ളത്, ഇനി മേലാലെ പാവങ്ങളുടെ അരിയിലും മണ്ണിടുക, പാവപ്പെട്ട തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവകാശം കൊടുക്കുക. തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള തൊഴിലും കൊടുക്കൂല, അത് PSC നിയമനവും ഇല്ല, ജോലിയും കൊടുക്കൂല, അവര് ഉള്ള ജോലി കളയുകയും ചെയ്യും. പിന്നെ എനിക്ക് ഇവര് പിന്നെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാതെ ഈ ഭൂമിയിൽ പോകില്ല. അതിന് എക്സ്ട്രാ ഉദാഹരണമാണ് പഴയ മേയർ തിരുവനന്തപുരം പോയതും പഴയ മേയറിന്റെ അവസ്ഥയും. അതിനുശേഷം മേയറിനെ കണ്ടിരുന്നു? ഇല്ല, ഞാൻ കാണേണ്ട ആവശ്യമില്ലല്ലോ. നീ കാണേണ്ടതാണ് തന്നെ, എനിക്ക് കാണണ്ട, ഒരിക്കൽ കണ്ടേണ്ട ക്ഷീണം മാറിയില്ലെന്ന് പറഞ്ഞില്ല. നീ കാണേണ്ട ആവശ്യമില്ലല്ലോ. വാർത്തയൊക്കെ പറഞ്ഞു വന്നിരുന്നു, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്തൊരു പരിപാടിക്ക് ബന്ധപ്പെട്ട് ആരും പരിഗണിക്കപ്പെടാതെ മുൻ മേയർ ഒരു അതൊക്കെ ഒരു ഇതാണ് കേട്ടോ. അതൊക്കെ ഒരു നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ്. എന്നാലും ഭർത്താവ് ബാലുശ്ശേരി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് 5 വോട്ടെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അഭിനയമാണ്. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ തന്നെ അല്ലല്ല, അത് അങ്ങനെ അല്ലെന്നല്ല. അവർക്ക് ആവശ്യത്തിനുള്ള വിലയും പാർട്ടിയിലൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കൊച്ചിനെ ഇടുപ്പി വെച്ചുകൊണ്ട് എനിക്ക് ജോലിയില്ലാതെ ഇരുന്ന സമയത്ത് ആരെങ്കിലും വാർത്തയാക്കിയ? ഒരു പെണ്ണ് ഒരു കൊച്ചിനെ എടുത്ത് ഇടുപ്പി വെച്ച് ഇങ്ങനെ അത് വാർത്തയാകുമ്പോൾ ഭയങ്കര എനിക്കിവിടെ ജോലിയില്ലാതെ ഞാൻ തെറ്റിത്തിരിഞ്ഞപ്പോൾ ഒരുത്തന്മാരെയും കണ്ടില്ല, ഈ പറയുന്ന സഹതാപക്കാരന്മാരാരെയും കണ്ടില്ല. എനിക്ക് പറയാനുള്ള, ഇനിയെങ്കിലും പാവപ്പെട്ടവന്മാരെ ജോലി കളയരുത്. പദവിയും പവറും വെച്ചുകൊണ്ട് ഈ ഓരോരുത്തരുടെ വോട്ട് വാങ്ങിച്ചാണ്, പാവങ്ങളുടെ വോട്ട് വാങ്ങിച്ചാണ് നമ്മൾ ജയിക്കുന്നതെന്നുള്ള ഒരു ബോധത്തോടെ എല്ലാ നേതാക്കൾക്കും അങ്ങനെ തന്നെ പോകണം. തൊഴിലാളി ദിനത്തിൽ എൻ്റെ ജോലി കളഞ്ഞതിൻ്റെ പ്രതിഷേധമായിട്ട് നാളെ എന്തായാലും ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുക്കണം.